ഇപ്പോൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മലപ്പുറം ജില്ല തന്നെ എടുത്താൽ ഏത് സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത്? ആരായിരുന്നു മുഖ്യമന്ത്രി? സഖാവ് EMS ആയിരുന്നു മുഖ്യമന്ത്രി. EMS നയിച്ച സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത്. ഇനി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജനങ്ങൾ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതിൽ മലപ്പുറം ജില്ലയും നിർണായക പങ്കുവച്ചു. മലപ്പുറം ജില്ലയിലെ ജനതയും അതിൽ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷികളായിട്ടുണ്ട്. എന്നാൽ ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ച് മതവർഗീയ അജണ്ട സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി, വലിയ നിലയിൽ നടത്തി. എന്നാൽ അത് മാപ്പിള ലഹളയായിരുന്നില്ല, അത് കർഷക സമരമാണ്, അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമെന്ന് കണക്കാക്കി അതിൽ പങ്കുകൊണ്ടവർക്ക് പെൻഷൻ നൽകണം എന്ന തീരുമാനം കൈക്കൊണ്ട കടലാസിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ പേരും സഖാവ് EMS ആണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അവിടുന്ന് അങ്ങോട്ട് ഓരോന്നും ഞാൻ പറയുന്നില്ല, ഓരോന്നെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാവുന്ന കാര്യമാണ്. എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ച് BJP കേരളത്തിലെ മനസ്സുകളിൽ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും വിശ്വാസ്യത തകർക്കുക, അതിലൂടെ UDFനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി UDF, ജമാഅത്ത് ഇസ്ലാമി, കനകോലു കേന്ദ്രങ്ങൾ ആലോചിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ണറെ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലിപ്പോൾ വർഗീയ കലാപമില്ല, വർഗീയ ധ്രുവീകരണമില്ല. ഏത് മതവർഗീയ നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്, ഇടതുപക്ഷ സർക്കാരിനുള്ളത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മതവർഗീയത ആളിക്കത്തിച്ച് അവരെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകുവാനുള്ള വലിയൊരു ശ്രമം ചിലർ നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തുന്നവർക്ക് ഇടതുപക്ഷം കണ്ണിലെ കരടാണ്. കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ്. ഇടതുപക്ഷം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കും എന്നവർക്കറിയാം. അതിനെ പൊളിച്ചാൽ മാത്രമേ, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായാൽ മാത്രമേ മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് അറിയുന്ന ശക്തികളാണ് ഇതിൽ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നത്. ഇവരെയൊക്കെ പാലൂട്ടി വളർത്തുകയാണ് UDF ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇൻ്റർവ്യൂ. അതിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് UDF PV അൻവറോ മാത്രമല്ല പറയുന്നത്, ഇന്നലെ കാന്തപുരം വിഭാഗത്തിൻ്റെ പരാമർശിക്കുന്നില്ല, നേരത്തെ പിടിച്ചിട്ടുണ്ട്, പിടിക്കപ്പെടാത്ത കേസുകളുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയും. ഇപ്പോൾ ഒരു എയർപോർട്ടിൽ നിന്നും പിടിച്ചാൽ ആ എയർപോർട്ടിൻ്റെ പേര് കൂടി വരും. ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നാണ് സ്വർണം പിടിച്ചെങ്കിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് വരും. കൊച്ചി എയർപോർട്ടാണെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ജനങ്ങളെ ആകെ മോശമാക്കലാണോ? അങ്ങനെയാണോ? അങ്ങനെ പറയുന്ന രീതി ശരിയാണോ? അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയാറില്ലേ, കൊച്ചി എയർപോർട്ട് എന്ന് പറയാറില്ലേ? അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളാകെ മോശമാണ്. ഇനി ഇത് കടത്തുന്ന ആളുകളൊക്കെ തന്നെ പല ഭാഗത്തുള്ളവരാണ്, പല ഭാഗത്തുമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ട ഒരു സംശയങ്ങൾക്ക് വേണ്ട. ഇത് ഞാനിപ്പറഞ്ഞ പൊളിറ്റിക്സാണ്. ഈ പൊളിറ്റിക്സാണ് കേരളത്തിൽ LDF ഭരിക്കുന്ന കാലത്തോളം മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനാകില്ല എന്നറിയുന്ന ശക്തികളാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്.